നമസ്കാരം. ഈശ്വരപൂജയിൽ ശിവശക്തികൾക്ക് തുല്യ പ്രാധാന്യം എന്ന സത്യത്തെ മാലോകർ മനസ്സിലാക്കുവാൻ പാർവതീദേവിയെ ശിവഭഗവാൻ തന്റെ ഇടതുഭാഗമാക്കാമെന്ന് ഉറപ്പുകൊടുത്ത മലയെന്നും അഗസ്ത്യ മഹർഷി ഈച്ചയുടെ രൂപത്തിൽ ഭഗവാനെ പൂജിച്ച ഇടമെന്നും സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്ന ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം തിരു ഈങ്കോയ്മലൈ മരകതാചലേശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുച്ചി ജില്ലയിൽ തിരുച്ചി നാമക്കൽ പാതയിൽ മുസിരിക്കടുത്ത് തിരു ഈങ്കോയ്മലൈ എന്ന ചെറുകുന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീപരമേശ്വരൻ, മരകതാചലേശ്വരർ, തിരുണജ്യോതീശ്വരർ, ഈങ്കോയ്നാഥർ എന്നീ നാമങ്ങളിലും ശ്രീ പാർവതി, മരകതാംബികെ, ലളിത, മരകതവല്ലി എന്നീ നാമങ്ങളിലും അനുഗ്രഹം ചൊരിയുന്നു. സുമാർ 2 മൈൽ ചുറ്റളവുള്ളതാണ് തിരു ഈങ്കോയ്മല. സമുദ്രനിരപ്പിൽ നിന്നും 900 അടി ഉയരത്തിൽ സ്വല്പം ചരിഞ്ഞ ഈ മലമുകളിലേക്ക് കയറുവാൻ ഏകദേശം 560 പടികളുണ്ട്. നിഴൽമരങ്ങളും വിശ്രമിക്കാൻ മണ്ഡപങ്ങളും ഇല്ലാത്തതിനാൽ വെയിൽ കുറവുള്ള സമയങ്ങളിൽ ഭക്തർ പടികൾ കയറുന്നത് ആയാസം കുറയ്ക്കും. പുളിമരം സ്ഥലവൃക്ഷമായതിനാൽ തിന്തിരിണി വനം എന്നും പുരാണങ്ങളിൽ ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നു. കീഴെ അടിവാരം വരെ മാത്രമാണ് വാഹനങ്ങൾക്ക് പോകാനാവുക. അടിവാരത്തിൽ കൽത്തൂണും ബോഗർ സന്നിധിയും ഭക്തർക്ക് ദർശിക്കാം. ബോഗർ സിദ്ധർ ഇവിടെ ഇരുന്ന് ശിവഭഗവാനെ തപസ് ചെയ്താണ് പഴനി ദണ്ഡായുധപാണി ക്ഷേത്രത്തിലെ നവപാഷാണ മുരുകൻ ശില നിർമ്മിക്കുവാനുള്ള സൂക്ഷ്മവിധികൾ ഗ്രഹിച്ചത് എന്നാണ് പറയുന്നത്. ആടിമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിലും പൗർണമി ദിവസങ്ങളിലും ഭക്തർ ഈ മലയെ ഗിരിവലം നടത്തുന്നു. ഉമ, മഹാവിഷ്ണു, ഇന്ദ്രൻ, ഹിമവാൻ, നവസിദ്ധർ, അഗസ്ത്യർ, സുപ്രഭ രാജാവ്, മുസുകുന്ദ ചക്രവർത്തി എന്നിവർ ഇവിടെ ശിവഭഗവാനെ പൂജിച്ചതായി ഐതിഹ്യമുണ്ട്. 64 അമ്മൻ ശക്തി പീഠങ്ങളിൽ 52ാമത്തേതായ ഛായാശക്തി പീഠമാണ് ഈ ക്ഷേത്രം. കാവേരി നദിയുടെ വടക്ക് കരയിലുള്ള 276 പ്രശസ്ത ശിവക്ഷേത്രങ്ങളിൽ 63ാമത്തേതാണ് ഈ ക്ഷേത്രം. പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരിൽ അപ്പർ, സമ്പന്തർ, സുന്ദരർ, മാണിക്യവാസകർ എന്നിവർ ഈ ക്ഷേത്രത്തിലെ ഭഗവാനെക്കുറിച്ച് പതികം പാടിയിരിക്കുന്നു. സമ്പന്തർ തിരുപ്പഞ്ഞേലി ശിവക്ഷേത്രം സന്ദർശിച്ചതിനു ശേഷം ഇവിടെയും വന്നിരുന്നതായി സൈക്കിഴാർ പെരിയ പുരാണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അരുണഗിരിനാഥർ ഈ ക്ഷേത്രത്തിലെ മുരുകനെപ്പറ്റി തന്റെ തിരുപ്പുകളിൽ പാടിയിരിക്കുന്നു. സംഘകാല കവിയായ നക്കീറർ തന്റെ കവിതാ സമാഹാരമായ ഈങ്കോയ് 70 ഈ ക്ഷേത്രത്തെപ്പറ്റി വർണ്ണിച്ചിട്ടുണ്ട്. തിരു ഈങ്കോയ് മലയുടെ ഉദ്ഭവത്തെപ്പറ്റിയുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. യുഗങ്ങൾക്ക് മുമ്പ് ആദിശേഷനും വായുഭഗവാനുമിടയിൽ ആരാണ് ഏറ്റവും ബലശാലി എന്നൊരു തർക്കമുണ്ടായതിനെ തുടർന്ന് ആദിശേഷൻ മേരുമലയിൽ ചുറ്റിവരിഞ്ഞു കിടന്ന് തന്നെ അടർത്തി മാറ്റാൻ വായുഭഗവാനെ വെല്ലുവിളിച്ചു. യുഗങ്ങൾ ഈ മത്സരം തുടർന്നു. ഇരുവർക്കും തുല്യബലമായതിനാൽ വായുഭഗവാന് ആദിശേഷനെ അടർത്തിമാറ്റാനായില്ലെങ്കിലും ശക്തിയായി കാറ്റുവീശി ഭൂമിയിൽ കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും മൂലം നാശനഷ്ടങ്ങളുണ്ടാക്കി. വായുഭഗവാൻ ജീവവായു പിടിച്ചുവെച്ചതിനാൽ ഭൂമിയിൽ ജീവജാലങ്ങൾ മയങ്ങി വീണു. ദേവലോകവാസികൾ ഇരുവരെയും മത്സരത്തിൽ നിന്ന് പിന്മാറാൻ അഭ്യർത്ഥിച്ചപ്പോൾ ആദിശേഷൻ സ്വല്പം അയഞ്ഞു. ആ തക്കത്തിന് വായുഭഗവാൻ ശക്തിയായി കാറ്റുവീശി മേരുമലയുടെ പല ഭാഗങ്ങളും ആദിശേഷന്റെ ഒരു തലയും ഭൂമിയിൽ അടർന്നു വീണു. അതിലൊന്നാണ് തിരു ഈങ്കോയ് മല എന്നാണ് ഐതിഹ്യം. ഭൂമിയിലേക്ക് വീണ മേരുമലയുടെ മറ്റു ഭാഗങ്ങളാണ് തിരുവണ്ണാമല, തിരുക്കാളഹസ്തി, തിരുച്ചി മലക്കോട്ട, തിരുച്ചെങ്കോടുമല, ത്രികോണമല, സീർഗാഴി, രജതഗിരി, രത്നഗിരി, ശ്വേതഗിരി എന്നിവയെല്ലാം. മേരുമലയുടെ ഭാഗങ്ങൾ അടർന്നു വീണ കൂട്ടത്തിൽ മേരുമലയിൽ നിന്ന് വൈരം, പവിഴം, മരതകം, മാണിക്യം, ഇന്ദ്രനീലം എന്നീ രത്നങ്ങൾ ചിതറി വീണു. അങ്ങനെ മരതകം വീണ മലയാണ് തിരു ഈങ്കോയ് മല എന്നാണ് പറയുന്നത്. അതോടെ ശിവഭഗവാൻ ഇവിടെ മരതകലിംഗമായും ആദിശേഷൻ പുളിമരമായും അവതരിച്ചു എന്നാണ് ഐതിഹ്യം. വൈരം തിരുപ്പാണ്ടിക്കൊടുമുടിയിലും, മാണിക്യം തിരുവാട്പോക്കിയിലും, ഇന്ദ്രനീലം പൊതികമലയിലും, പവിഴം തിരുവണ്ണാമലയിലും ചിതറി വീണതായാണ് പുരാണങ്ങളിൽ പരാമർശം. ഇവരുടെ ഈ അഹങ്കാരത്തിൽ കുപിതനായി ശിവഭഗവാൻ ഇരുവരെയും ശപിച്ചു. ആദിശേഷൻ തിരുപ്പാമ്പുരത്ത് 12 വർഷം ശിവഭഗവാനെ പൂജിച്ചാണ് ശാപം മാറ്റിയത്. വായുഭഗവാൻ വായുലിംഗം പ്രതിഷ്ഠിച്ച് പൂജിച്ച് ശാപം മാറ്റിയ സ്ഥലമാണ് തിരുക്കാളഹസ്തി. വേറൊരു ഐതിഹ്യം, തെക്ക് ദിശയിലേക്ക് വന്ന അഗസ്ത്യ മഹർഷി ഇവിടെ ശിവഭഗവാനെ ദർശിക്കാനെത്തിയപ്പോഴേക്കും ക്ഷേത്ര നട അടച്ചിരുന്നു. തനിക്ക് ദർശനം തരണമെന്ന് അഗസ്ത്യർ ഭഗവാനോട് പ്രാർത്ഥിച്ചപ്പോൾ മലയടിവാരത്തിലുള്ള തീർത്ഥത്തിൽ നീരാടി വന്നാൽ ദർശനം തരാം എന്ന അശരീരി കേട്ടു. അഷ്ടസിദ്ധിയുള്ള അഗസ്ത്യർ നദിയിൽ നീരാടി ഈച്ചയുടെ രൂപമെടുത്ത് മലയിലേക്ക് പറന്നു വന്ന് സന്നിധിവാതിലിന്റെ താക്കോൽ ദ്വാരം വഴി അകത്തേക്ക് പറന്ന് തേൻ കൊണ്ട് സ്വാമിയെ അഭിഷേകം ചെയ്ത് വീണ്ടും പുറത്തു കടന്ന് സ്വന്തം രൂപത്തിൽ തിരിച്ചുപോയി. ക്ഷേത്രത്തിൽ അഗസ്ത്യ മഹർഷിയുടെ ശില ഭക്തർക്ക് ദർശിക്കാം. അഗസ്ത്യ മഹർഷി ഈച്ചയുടെ രൂപത്തിൽ ഭഗവാനെ പൂജിച്ചതിനാൽ ഈ മലയ്ക്ക് തിരു ഈങ്കോയ് മല എന്ന നാമവും ഭഗവാൻ ഈങ്കോയ്നാഥർ എന്നും അറിയപ്പെട്ടു. തമിഴിൽ ഈ എന്നാൽ ഈച്ച. മറ്റൊരു ഐതിഹ്യം, ശിവഭഗവാനെ മാത്രമേ പൂജിക്കൂ എന്ന വാശിക്കാരനായിരുന്നു ഭൃങ്കി മഹർഷി. ഒരു നാൾ കൈലാസത്തിലെത്തിയ മഹർഷി പാർവതീദേവി കൂടെ ഉണ്ടായിരുന്നിട്ടും ശിവഭഗവാനെ മാത്രം പൂജിച്ചുകൊണ്ട് തിരിച്ചുപോയി. ഭക്തരുടെ പൂജയിൽ അമ്പാൾക്കും തുല്യ പ്രാധാന്യം വേണമെന്നാഗ്രഹിച്ച ശിവഭഗവാൻ പാർവതീദേവിയിൽ കോപം എന്ന വികാരം ജനിപ്പിച്ചു. ഭൃങ്കി മഹർഷിയുടെ പ്രവൃത്തിയിൽ കോപിഷ്ഠയായ പാർവതീദേവി കൈലാസം വിട്ടിറങ്ങി ഭൂമിയിൽ ഈ സ്ഥലത്ത് ഈശന്റെ ഇടതുഭാഗമാകണമെന്ന് പ്രാർത്ഥിച്ച് തപസ് ചെയ്തു. ഭഗവാൻ ദേവിക്ക് ദർശനം കൊടുത്ത് തന്റെ തിരുശരീരത്തിൽ ഇടം തരാമെന്ന് ഉറപ്പുകൊടുത്ത സ്ഥലമാണ് തിരു ഈങ്കോയ് മല.
ശക്തിക്ക് ഇടതുഭാഗം ഉറപ്പാക്കിയ മല എന്നർത്ഥത്തിൽ ഈ മല ശക്തിമല എന്നും അറിയപ്പെടുന്നു. ദൂരെ നിന്ന് നോക്കിയാൽ രണ്ട് മലകൾ ചേർന്ന പോലെ തോന്നുമെന്നതിനാൽ ഇരട്ടിമല എന്നും നാമമുണ്ട്. ദേവിക്ക് ഇടതുഭാഗം ഉറപ്പാക്കിയ സ്ഥലം എന്നാണെങ്കിലും പിന്നീട് ഭഗവാൻ തിരുച്ചെങ്കോട്ടിലാണ് അർദ്ധനാരീശ്വരരായി കോവിൽ കൊണ്ടത്. അതിനാലാണ് കരുവറവാതിലിൽ അർദ്ധനാരീശ്വര രൂപം ഉള്ളതെന്നാണ് പറയുന്നത്. അതല്ലാതെ മലയിലും അർദ്ധനാരീശ്വര രൂപമുണ്ട്. വേറൊരു ഐതിഹ്യം 63 നായന്മാരിൽ ഒരാളായ സുന്ദരമൂർത്തി നായനാരെ കുറിച്ചാണ്. ശിവഭഗവാനെ ഒരു തോഴനായി കണ്ട് കുട്ടികളെപ്പോലെ വാശി പിടിക്കുകയും വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ആളാണ് സുന്ദരമൂർത്തി നായനാർ. ശിവസ്ഥല യാത്രയ്ക്കിടെ ഒരു ദിവസം കയ്യിലെ കാശെല്ലാം തീർന്നപ്പോൾ ഭഗവാനോട് പൊൻപണം വാങ്ങിയിട്ട് പോകാമെന്ന് കരുതി അദ്ദേഹം ഇവിടെ എത്തി. ഭഗവാൻ സുന്ദരമൂർത്തി നായനാർക്ക് പൊൻപണം കൊടുത്ത പല ക്ഷേത്രങ്ങളെക്കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം സുന്ദരർ എത്തിയപ്പോൾ സുന്ദരരെ കളിപ്പിക്കാനായി സുന്ദരർക്ക് പിടികൊടുക്കാതെ ശിവഭഗവാൻ സ്ഥലവൃക്ഷമായ പുളിമരത്തിനുള്ളിൽ ഒളിഞ്ഞിരുന്നു. അത് മനസ്സിലാക്കി അദ്ദേഹം പതികം പാടിയപ്പോൾ ഭഗവാൻ ദർശനം കൊടുക്കാതെ ഒരു സ്വർണ്ണ പുളിക്കായി എറിഞ്ഞുകൊടുത്തു. സുന്ദരർ അത് എടുത്തതും അത് അപ്രത്യക്ഷമായി. കോപം വന്ന സുന്ദരമൂർത്തി നായനാർ തനിക്ക് കിട്ടാത്ത പുളി ഇനി ആർക്കും കിട്ടരുത് എന്ന് ശപിച്ച് അവിടം വിട്ടുപോയി. ക്ഷേത്രത്തിലെ പുളിമരത്തിലെ വിതകൾ മുളയ്ക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ പ്രദേശത്ത് എവിടെയും തന്നെ പുളിമരങ്ങളില്ല എന്നത് ശ്രദ്ധേയം. ഏകദേശം 2000 വർഷത്തോളം പഴക്കം കണക്കാക്കുന്നതും കിഴക്ക് ദർശനമായ 3 നില രാജഗോപുരത്തോടും കൂടി കാണപ്പെടുന്ന തിരു ഈങ്കോയ്മല മരകതാചലേശ്വരർ തിരുക്കോവിൽ ചോഴ രാജാക്കന്മാരിൽ മുസുകുന്ദ ചക്രവർത്തി നിർമ്മിച്ചതാണെന്നാണ് അനുമാനം. പിന്നീട് പല ചോഴ രാജാക്കന്മാരും വിജയനഗര സാമ്രാജ്യ അധിപതികളും ഈ ക്ഷേത്രം പുനർനിർമ്മാണം ചെയ്തിട്ടുണ്ട്. മുസുകുന്ദ ചക്രവർത്തി ഭരിച്ചിരുന്ന കാലത്ത് മുസുപുരം എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം പിന്നീട് മുസിരി എന്നായി മാറി. ക്ഷേത്രത്തിലേക്കുള്ള പടികൾ കയറി മേലെ ചെല്ലുമ്പോൾ കാവൽ ദൈവം, അത് കഴിഞ്ഞാൽ ക്ഷേത്രഗോപുരം. അകത്ത് പ്രവേശിച്ചാൽ പലതരത്തിലുള്ള ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠകൾ കാണാം. ഇവിടെയുള്ള ഒരു ദുർഗാ ഭഗവതി ഉഗ്രരൂപിണിയായും വേറെ ദുർഗ ശാന്തസ്വരൂപിണിയായും ദർശനം തരുന്നു. ഈങ്കോയ്മലയിൽ നിന്ന് തെക്കോട്ട് നോക്കിയാൽ കാവേരി നദിയും തിരുവാട്ട്പോക്കി ശിവക്ഷേത്രവും കാണാം. കുളിത്തലയ്ക്കരികിലുള്ള 3 ശിവക്ഷേത്രങ്ങളായ കടമ്പന്തുറ ക്ഷേത്രം രാവിലെയും തിരുവാട്ട്പോക്കി ക്ഷേത്രം ഉച്ചയ്ക്കും തിരു ഈങ്കോയ് ക്ഷേത്രം വൈകുന്നേരവും ഒരേ ദിവസം ദർശിച്ചാൽ മോക്ഷമെന്നും കാർത്തിക സോമവാരത്തിൽ ദർശനം ചെയ്താൽ ഫലങ്ങൾ അനവധിയാണെന്നും സ്ഥലപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്നു. കൊടിമരം, ബലിപീഠം, നന്ദി ഭഗവാനെയും കടന്ന് അകത്തെത്തിയാൽ ക്ഷേത്രത്തിൽ പ്രധാന വിമാനത്തിന് കീഴിൽ ശ്രീ പരമേശ്വരൻ മരകതാചലേശ്വരർ എന്ന നാമത്തിൽ സ്വയംഭൂ ശിവലിംഗമായി കിഴക്ക് ദർശനമായി അരുൾ ചൊരിയുന്നു. സന്നിധിയുടെ ഇടതുഭാഗത്ത് വിനായകരും വലതുഭാഗത്ത് അർദ്ധനാരീശ്വരരും. ഐതിഹ്യപ്രകാരം മർദ്ദകക്കല്ലിനാൽ നിർമ്മിതമായ കരുംപച്ച നിറത്തിലുള്ള ശിവലിംഗമാണിത്. മാസിമാസം 28, 29, 30 തീയതികളിൽ ശിവരാത്രിയോടനുബന്ധിച്ച് സൂര്യരശ്മികൾ ഭഗവാന്റെ തിരുമേനിയിൽ പതിക്കുന്ന പുണ്യക്ഷേത്രമാണിത്. അന്നേരം ശിവലിംഗം നിറം മാറുന്നത് ഭക്തർക്ക് കാണാം. ദീപാരാധന കാണിക്കുമ്പോൾ ശിവലിംഗത്തിൽ ജ്യോതി ജ്വലിക്കുന്നതും ഭക്തർക്ക് നേരിൽ കാണാവുന്നതാണ്. ശിവഭഗവാന്റെ സന്നിധിയിലുള്ള ദീപം കാറ്റടിച്ചാലും അത്ര പെട്ടെന്ന് അണയാറില്ല എന്നാണ് പറയുന്നത്. അതിനാൽ തന്നെ ഭഗവാന് അസല ഈശ്വരർ എന്നും നാമമുണ്ട്. ഭഗവാന് മുസുകുന്ദ ചക്രവർത്തിയും അഗസ്ത്യ മഹർഷിയും തേൻ കൊണ്ട് അഭിഷേകം ചെയ്ത ഐതിഹ്യത്താൽ ഭക്തർ ഭഗവാന് തേനഭിഷേകം നടത്തുന്നു. ഇങ്ങനെ ചെയ്താൽ ജീവിതം തേൻ പോലെ മധുരമുള്ളതായി തീരും എന്നാണ് വിശ്വാസം. ദേവി 3 കലശങ്ങളുള്ള തനി ഗോപുരത്തോടെയും കൊടിമരത്തോടെയും മരകതാംബിക എന്ന നാമത്തിൽ കിഴക്ക് ദർശനമായി നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. ഭഗവാന്റെ സന്നിധിക്കരികിൽ ശിവദുർഗയുള്ളതുപോലെ ദേവീ സന്നിധിക്കരികിൽ വിഷ്ണുദുർഗയുണ്ട്. ഇത് 64 അമ്മൻ ശക്തിപീഠങ്ങളിൽ ഛായാശക്തിപീഠം. ദേവിയുടെ മുഖത്തിന്റെ നിഴൽ വീണയിടം. ഭഗവാന്റെയും ദേവിയുടെയും സന്നിധികൾക്ക് നടുവിൽ ബാലദണ്ഡായുധപാണി സന്നിധി ഉള്ളതിനാൽ സോമസ്കന്ധ രൂപമായി അറിയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൽ പ്രധാന ദേവതകളെ കൂടാതെ നർത്തന ഗണപതി, വല്ലഭ വിനായകർ, വൈഷ്ണവി, മനോന്മണി, കാശി വിശ്വനാഥർ, വിശാലാക്ഷി, ശിവദുർഗ, വിഷ്ണുദുർഗ, ലിംഗോദ്ഭവർ, വള്ളിദേവയാനി സമേത മുരുകൻ, അഗസ്ത്യർ, ചണ്ഡികേശ്വരർ, ബ്രഹ്മാവ്, സൂര്യൻ, ദക്ഷിണാമൂർത്തി, നാഗങ്ങൾ, പിച്ചാടനർ, നവഗ്രഹങ്ങൾ എന്നിങ്ങനെയുള്ള ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം പുളിമരം. ക്ഷേത്രതീർത്ഥം അമൃതതീർത്ഥം, സർപ്പനദി, കാവേരി. ആഗമവിധി പ്രകാരമുള്ള 2 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. പങ്കുനി ബ്രഹ്മോത്സവം, മാസിമകം, തൈപ്പൂയം, പൗർണമി പൂജ, ശിവരാത്രി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ. പൂജാസമയം രാവിലെ 10 മണി മുതൽ 12 മണി വരെ, വൈകുന്നേരം 4:30 മണി മുതൽ 6 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തിരുച്ചിയിൽ നിന്ന് 43 കിലോമീറ്റർ, മുസിരിയിൽ നിന്ന് 7 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കുളിത്തല. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.